പെട്ടെന്ന് അവര് ഇത് കണ്ടു പറഞ്ഞാൽ അവന്റെ തോളയിലൊന്ന് കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി. അവന്റെ പ്രായം വെച്ച് എടാ കയറാന്ന് പറഞ്ഞപ്പോ എനിക്ക് അവനെ പിടിച്ച് തള്ളാം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു ആരാധകന്റെയിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകരുത്. നമ്മൾ പടം കാണുക, വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക. കളിയാക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. നല്ല ഫസ്റ്റ് ക്ലാസ് ഊക്കൽ മേടിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഫിഷിംഗ് ഹാർബർ ഇരിക്കാൻ നേരത്തുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, പോയായിരുന്നു. അപ്പൊ ആ സ്മെല്ലടിച്ചതിന്റെ പേരിലായിരിക്കും ചിലപ്പം അവൻ തള്ളി മാറ്റിയത്. അവന്റെ വിയർപ്പ് നാട്ടത്തിന്റെ ഇതായിരിക്കും കൊണ്ടായിരിക്കും തള്ളി മാറ്റിയതെന്നൊക്കെ അവൻ ഓരോരുത്തർ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചൊരു ബോധം വന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞൊരു പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ സിനിമ കണ്ടിറങ്ങാൻ നേരത്ത് നെസ്ലിനെ, അതിൽ അഭിനയിച്ചിട്ടുള്ള നെസ്ലിനെ ഈ പുള്ളി ഇപ്പം ഈ ഒരു വിവാദം ഉണ്ടാകുന്ന പുള്ളി ഇപ്പൊ നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ടല്ലോ, അപ്പം കെട്ടിപ്പിടിക്കാൻ നേരത്ത് തള്ളി മാറ്റി കളയുന്ന. അപ്പം ആ പുള്ളി നെസ്ലിനെ കാണുന്നതും ഓടി വന്ന് തോളത്ത് കൈയിട്ട് കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നെസ്ലിൻ അത് തള്ളി മാറ്റിയിട്ട് വീടാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം അതാണ് ഇപ്പൊ വിവാദമായിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 1-2 ചാനലിലൊക്കെ പുള്ളി ഇതുപോലെ വന്ന് ഇന്റർവ്യൂ പോലൊരു ഇതില് വന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ഇൻസൾട്ട് ആയിരുന്നു, അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ എന്റെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ കെട്ടിപ്പിടിച്ച വ്യക്തിയുടെ പേര്, ഈ തോളത്ത് കൈയിട്ട ആളെ പേര് മുനീർ എന്നാണ്. അപ്പം മുനീറിനെയും അതുപോലെ ഈ നെസ്ലിനെയും, ഈ രണ്ടുപേരെയും ഞാൻ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു കാര്യത്തിൽ. അതിനുള്ള കാരണം ഞാൻ പറയാം. ആദ്യം തന്നെ ഈ മുനീറിന്റെ സൈഡ് എടുക്കുവാണെങ്കിൽ പുള്ളി ചെയ്തത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പം ഒരു സിനിമയിലേക്ക് അഭിനയിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. ഇപ്പം പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമുക്ക് അവരെ കണ്ട് പരിചയമുള്ള ഒരു വ്യക്തികളായിരിക്കും. ചിലപ്പോൾ ടിവിയിലും അതുപോലെ സിനിമകളിലൊക്കെ സീരിയലിലൊക്കെ കണ്ട് പരിചയമുള്ള വ്യക്തിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് അവരൊരു സ്ട്രേഞ്ചർ അല്ല. പക്ഷേ അവർക്ക് നമ്മളൊരു സ്ട്രേഞ്ചറാണ്. കാരണം അവര് നമ്മളെ കാണുന്നില്ല. നമ്മളെ ഈ പറയുന്ന പോലെ സിനിമകളായാലും പ്രോഗ്രാംസ്, TV ഷോകളായാലും സീരിയലായാലും കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആരൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു പബ്ലിക്കിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു അറിയാത്ത, നമുക്ക് കണ്ട് പരിചയമുണ്ടെന്ന് കരുതിയിട്ട് മാത്രം ഒരാളെ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും അവരെ വന്നിട്ട് തോളത്ത് കൈയിടാനും ഉള്ള ഒരു അനുവാദം ഒരാൾക്കും ഇല്ല. ഇപ്പം പൊതുവെ നമ്മളാണെങ്കിലും ശരി, ഒരാൾ വന്നിട്ട് നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് പോലും വന്ന് നമ്മൾ തോളത്ത് കൈയിടുന്നത് ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ പുള്ളി ചെയ്തൊരു തെറ്റ് തന്നെയാണ്. ഇപ്പം നെസ്ലിനെ സംബന്ധിച്ച് നെസ്ലിന് ഇയാൾക്ക് സ്ട്രേഞ്ചർ തന്നെയാണ്. ഇപ്പം പുള്ളിയെ അറിയത്തില്ല. അങ്ങനെ അവിടെ വന്നിട്ടുള്ളവരാരെയും അവനിക്ക് അറിയണമെന്നില്ല, ഈ നെസ്ലിനെ അറിയണമെന്നില്ല. ഇതിനൊക്കെയാണ് അൺസിവിലൈസ്ഡ് എന്നൊക്കെ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ പബ്ലിക്കിൽ ചെന്നിട്ട് ഇപ്പം കെട്ടിപ്പിടിക്കുക, അതുപോലെ ഉമ്മ വയ്ക്കുക, അങ്ങനെ നമുക്ക് ചിലപ്പോൾ അവരുടെ സിനിമകളൊക്കെ കണ്ടിട്ട് ഇഷ്ടം തോന്നാതിരിക്കാം. പക്ഷെ ഒരു പരിചയമില്ലാതെ ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാവുന്ന ചില സമയത്തൊക്കെ ഉണ്ടാവുന്ന ചില ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു റിയാക്ട് ഉണ്ടാവുന്നത് അവരുടെ ഭാഗത്തുനിന്ന്. അപ്പൊ അതൊക്കെ നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മളിപ്പം ഇപ്പൊ പേഴ്സണലി എനിക്ക് തന്നെ ഇപ്പം നമ്മളിപ്പോ ഫ്രണ്ട്സും അങ്ങനെ അല്ലെങ്കിൽ സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആരെങ്കിലും വന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ പബ്ലിക്കിലൊക്കെ വാക്ക് ചെയ്ത് നടന്നു പോകുന്ന സമയത്ത് തന്നെ ഒരാൾ ഓപ്പോസിറ്റ് വന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എന്നെ തട്ടുമ്പോൾ തന്നെ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുകയും അല്ലെങ്കിൽ അത് റിയാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും. എന്തിനാ തട്ടിയെന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ തട്ടി, ഇത്രയും സ്ഥലം കടന്നിട്ട് ഇതിൽ കൂടെ പോയിട്ട് എന്നെ തട്ടിയെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനെ തട്ടാൻ വന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പേഴ്സണലി ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അവിടെയാണ് ഇപ്പം അതുപോലൊരു സംഭവമാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പം പുള്ളിയുടെ ഇപ്പം ഈ പറയുന്ന നെസ്ലിന്റെ അവൻ പോവാൻ നിന്ന വഴിയിൽ കയറി നിന്നിട്ട് അവന്റെ തോളത്ത് കൈയിട്ട് ബലാത്കാരമായിട്ട് സെൽഫി എടുക്കാൻ നോക്കിയതാണ്. അപ്പം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവരെ പറയാൻ നടന്ന് സെൽഫി എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളൊരു ആരാധകൻ എന്ന നിലയ്ക്ക് ചിലപ്പം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോകും. ഈ സമയത്തൊക്കെ ഇപ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ടൊക്കെ അവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരെ സിനിമകളൊക്കെ കണ്ടിഷ്ടപ്പെട്ട് അവരൊരു ചെറിയൊരു ആരാധന കൊണ്ടിട്ട് അവരെ കാണുമ്പോഴത്തേക്ക് ചെന്ന് ഓടിച്ചെന്ന് ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഒരു ടൈമിൽ കഴുതി കൂടെ കൈയിട്ടൊക്കെ എടുക്കാൻ ശ്രമിക്കും. അതൊക്കെ അറിയാതെ സംഭവിച്ചു പോകുന്നുണ്ട്. പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ദേഹത്തും ഒരാൾക്കും തൊടാനുള്ള അനുവാദമില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതിനകത്ത് ഇപ്പം ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം അവൻ നെസ്ലിന്റെ പുറത്തിങ്ങനെ കൈയിട്ട സമയത്ത് അവൻ എടുത്തു മാറ്റാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പം അതിനെ പറ്റിയിട്ട് കമന്റ്സുകൾ ഇടുന്ന ആൾക്കാർ പല രീതിയിൽ കമന്റ്സുകൾ ഇടും. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സുകൾ ഇടും, ഇപ്പൊ പോസിറ്റീവ് കമന്റ്സുകൾ ഇടും. അപ്പൊ അത് നമ്മള് ആ കമന്റ്സുകൾ മൈൻഡാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനേ സമയം കാണും. അതിനകത്ത് വായിക്കുന്ന പല കമന്റുകളും ശരിയാണ്, അങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയം കാണൂ. അപ്പം ഈ പറയുന്ന ഇവൻ മുനീർ ഉണ്ടല്ലോ, അപ്പൊ ഈ വ്യക്തി ആ കമന്റുകളൊക്കെ വായിച്ചിട്ട് അതിനകത്ത് പറയുന്ന എല്ലാം ഉള്ളയാന്നുള്ള ധാരണയിൽ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, ഒരു ചാനലിന് കൊടുത്തൊരു
ഇന്റർവ്യൂവിൽ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം ഇപ്പം ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഹാർബറിൽ മീൻ കച്ചവടം ആണെന്നാണ് പറയുന്നത്. അപ്പൊ മീൻ കച്ചവടം ചെയ്യുന്ന ആളായതുകൊണ്ട് മീനിന്റെ വാട എടുത്തുകൊണ്ടും അതുപോലെ വിയർപ്പിന്റെ വാട എടുത്തുകൊണ്ടുമാണ് നെസ്ലിൻ കൈ തട്ടി മാറ്റിയിട്ട് ആ സ്മെല്ല് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പോയെന്ന് പുള്ളി ഈ വീഡിയോയിൽ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു പ്രശ്നത്തില് സംഭവം ചെറിയൊരു പ്രശ്നമാണെങ്കിലും അവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു ഇൻസൾട്ടിങ് ഉണ്ടായിട്ടുണ്ട്, പുള്ളി ഒരു ഷെയ്മിങ് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പേര് ഒരുപാട് പേര് ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം അവരെ ഫാമിലി, ഈ പറയുന്ന മുനീറിന്റെ ഫാമിലി, അതുപോലെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വീഡിയോ കാണുന്ന സമയത്ത് ഒരു പുള്ളിക്ക് ഒരു ഇൻസൾട്ടിങ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇൻസൾട്ടിങ്, അത് ഞാൻ അപമാനപ്പെട്ടു എന്നുള്ളൊരു ഇതൊക്കെ തോന്നലൊക്കെ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് മീൻ വിൽക്കാൻ പോകുന്ന ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് മീനിന്റെ വർക്ക് ആയതുകൊണ്ടാണ്, അതിന്റെ സ്മെല്ല് അടിച്ചുകൊണ്ടാണ് അവൻ ഈ നെസ്ലിൻ തോളത്ത് കൈ മാറ്റിയിട്ട് തട്ടി മാറ്റിയിട്ട് പോടാന്ന് പറഞ്ഞ് പോയെന്നാണ് ഇപ്പൊ പറയുന്നത്, ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഇത് കേട്ടിട്ട് ഈ മീൻ വിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, ഇത് കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഇത് കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. മീൻകാരെ അപമാനിച്ച് അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന ആൾക്കാരെ, ഹാർബർമാരെ അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇനിയെങ്കിലും അടുത്തൊരു ചാനലിന് കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ ഈ മീൻ പാടയായോണ്ടാണ് എന്നെ തട്ടി മാറ്റി കളഞ്ഞിട്ട് പോയെന്ന് പറയാതിരിക്കുക. ഈ മീൻ വിൽക്കുന്ന കമ്മ്യൂണിറ്റിക്കാരെല്ലാം കൂടെ ഇറങ്ങിയിട്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഈ മുനീറിനെ പോലത്തെ ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇപ്പം ഈ നെസ്ലിനെ ആയിക്കോട്ടെ, ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവരവരെ ജോലി നോക്കുന്നുണ്ട്, അവര് ശമ്പളം മേടിക്കുന്നുണ്ട്, അവരവരെ വാർഡ് നോക്കി അവർ പോകുന്നുണ്ട്. ഇപ്പം അതിന്റെ ഇടയിൽ ഇടിച്ചു കയറി ചെന്ന് ഫോട്ടോ എടുക്കാനും അതിനും ഇതിനെന്ന് പറഞ്ഞിട്ട് ഇടിച്ചു കയറി ചെന്ന് നാണം കെടാതിരിക്കുക. കാരണം നാണം കെട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അളിയാൻ പോകുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയും ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഏത് ആക്ട്രസ് പോയാലും അല്ലെങ്കിൽ ഏത് ആക്ടർ പോയാലും ഏത് സിനിമ ഇറങ്ങിയാലും അവിടെ കുറെ ക്യാമറയും പിടിച്ചുകൊണ്ട് കുറെ എണ്ണം വന്ന് നിൽപ്പുണ്ട്. അപ്പം അതിന്റെ ഇടയിൽ ചെന്ന് സ്വയമേ അളിയാൻ നിൽക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ ഈ മുനീറിന് പറ്റിയതും അതാണ്. അപ്പൊ അവൻ സിനിമ കണ്ടിട്ട് ഇറങ്ങി മാനമര്യാദയ്ക്ക് പോയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അവിടെ വലിഞ്ഞു കയറി ചെന്ന് ഇടിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പോലെ, സത്യം പറഞ്ഞാൽ ഒരു ഇൻസൾട്ട് തന്നെയാണ് അവിടെ. ആ വീഡിയോ കണ്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം നാണം കെട്ടെന്ന് പറഞ്ഞാൽ നാണം കെട്ട ആ രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. കൈ തട്ടി മാറ്റിയിട്ട് വിറാന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് 10-30 വയസ്സിൽ കൂടുതലുണ്ട്. നെസ്ലിന് എങ്ങനെ പോലും ഒരു 10-23 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഈ മുനീർ എന്ന് പറയുന്ന പുള്ളി പറയുന്നുണ്ട്, അത്രയും പ്രായമുള്ള എന്നെ എടാപോടാന്ന് വിളിച്ചത് എനിക്ക് അതൊരു വിഷമമായെന്ന് അല്ലെങ്കിൽ ഇൻസൾട്ട് ആയി പോയെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇടവരുത്തിയതാരാ? അപ്പം നിങ്ങൾ തന്നെയല്ലേ ഇടവരുത്തിയത്? അപ്പൊ അതാ പറഞ്ഞ അവരവരെ കാര്യം നോക്കി അവരവരുടെ ജോലി നോക്കി പോകാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ആൾക്കാരുടെ ഇടയിൽ ചെന്നിട്ട് വലിഞ്ഞു കയറിയിട്ട് സ്വയമേ നാറാതിരിക്കുക. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം അവിടെ നാറിയതാണ്. എനിക്ക് തോന്നുന്നത് നെസ്ലിൻ എടാപോടാന്ന് വിളിച്ചത് ഈ മുനീറിനെ കണ്ടിട്ട് ഒരു 25-24 വയസ്സൊക്കെ തോന്നിയത് കൊണ്ടായിരിക്കാം. കാരണം എനിക്ക് ഈ മുനീറിനെ കണ്ടിട്ട് ഒരു 25-26 വയസ്സൊക്കെ എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷെ മുനീർ പറയുന്നുണ്ട് എനിക്ക് 30 വയസ്സിൽ കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നെസ്ലിനും അതുപോലെയൊക്കെ ആയിരിക്കാം. ഈ ഫസ്റ്റിലെ കണ്ടപ്പോ എന്തായാലും ഒരു അവനെക്കാളും മൂത്തൊരാളാന്ന് കാണുമ്പോഴത്തേക്ക് എന്തായാലും എടാപോടാന്നൊന്നും വിളിക്കത്തില്ല. കാരണം അത്രയും ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒരു പബ്ലിക്കിൽ എന്തായാലും അങ്ങനെ വിളിക്കത്തില്ല. അപ്പം അത് ഇപ്പം ഒരു 25-26 വയസ്സ് തോന്നിച്ചുകൊണ്ടായിരിക്കാം അവൻ വിടാന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റി പോയത്. അപ്പൊ മുനീർ പറയുന്നുണ്ട് 30 വയസ്സിൽ കൂടുതലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇനി ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ സെലിബ്രിറ്റി ആണെങ്കിലും ഇതുപോലെ പബ്ലിക്കിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാതിരിക്കുക. അതുപോലെ തോളത്തെ കൈയുടെയും തട്ടയും മുട്ടയും ഇടിക്കാതെയൊക്കെ ഇരിക്കുക. ഇടിച്ചു കഴിഞ്ഞാൽ ചിലർ റിയാക്ട് ചെയ്യും, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി നെസ്ലിന്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാല്, അപ്പം നെസ്ലിൻ ഓൾറെഡി കുറെ സിനിമകളൊക്കെ അഭിനയിച്ചു ഒരു ആക്ടറാണ്. അപ്പം ആ ഒരു ഇതിൽ ചിന്തിക്കുവാണെങ്കിൽ ഇപ്പം നെസ്ലിൻ സ്വയമേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതിനപ്പുറം എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളൊരു ഇത് നെസ്ലിൻ ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തു പോകുന്ന സമയത്ത് അപ്പം സിനിമകളൊക്കെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ സിനിമയൊക്കെ റിലീസ് ആവുന്ന സമയത്ത് അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കെട്ടിപ്പിടിക്കുകയും അതുപോലെ സെലിബ്രിറ്റി എടുക്കുകയും ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കണം. കാരണം അവരൊരു സെലിബ്രിറ്റി ആണെന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടാവണം. ഇപ്പം എല്ലാം എക്സ്പെക്ട് ചെയ്തിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും, അതുപോലെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാനും അതുപോലെ
സിനിമകളൊക്കെ കണ്ടിറങ്ങുന്ന സമയത്തൊക്കെ അതൊക്കെ പ്രതീക്ഷിക്കണം. ഈ നെസ്ലിന്റെ കാര്യം പറയുവാണെങ്കിൽ നെസ്ലിന്റെ കാര്യം മാത്രമല്ല, എല്ലാ സെലിബ്രിറ്റികളും ഇപ്പം അവർ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പബ്ലിക്കിൽ ഇറങ്ങുന്ന സമയത്ത് അവരെ പടം സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ആരാധകർ വന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ വന്ന് തോളത്ത് കൈയിട്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുകളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷനും അവർക്ക് വേണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുനീർ എന്ന് പറഞ്ഞ പുള്ളി നെസ്ലിനെ കണ്ട ഒരു ക്യൂരിയോസിറ്റിയിൽ ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കാൻ നേരത്ത് അറിയാതെ സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ് കൈയെടുത്ത് തോളത്ത് ഇടുന്നത്. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആരാധന മൂത്ത് വട്ടായിട്ട് നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു സെൽഫി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? കുറെ നാൾ നിങ്ങളുടെ ഫോണിൽ കിടക്കുമായിരിക്കും, അല്ലാതെ ഈ ഒരു സെൽഫി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? ഇങ്ങനെ ഈ നാണം കെട്ടെടുക്കുന്ന ഫോട്ടോ എത്ര നാൾ നിങ്ങളെ ഫോണിൽ നിങ്ങൾ സൂക്ഷിക്കും? അപ്പം ഈ കിട്ടിയ ഇൻസൾട്ടിങ് നിങ്ങളെ മനസ്സിൽ നിന്ന് മായോ? ഇല്ല, ഒരിക്കലും മായത്തില്ല. ആ ഇൻസൾട്ടിങ് അവിടെ തന്നെ കിടക്കും. അപ്പം ഇങ്ങനെ ഇതുപോലുള്ള ഇവരൊക്കെ പുറകെ പോവാതെ വേറെ എന്തൊക്കെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്? വെറുതെ ഇങ്ങനെയുള്ള ആൾക്കാരെ പുറകിലെ പോയിട്ട് നാണം കിടാതിരിക്കുന്നതല്ലേ നല്ലത്. നെസ്ലിന്റെ വേറെ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ലേഡീസ് ഒക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും ഇതുപോലെ പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ സ്കൂളിലും അതുപോലെ കോളേജിലൊക്കെ ഇനാഗുറേഷന്റെ അതുപോലെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടൊക്കെ പോകുന്ന കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞവരൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും ഇങ്ങനെ കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു വിവാദ വാർത്ത കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടി വന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് യൂസുഫ് അലിയും അതുപോലെ വിക്രത്തിനെയും. അപ്പം യൂസുഫ് അലിയുടെയും ഇതുപോലുള്ളൊരു നമ്മളൊരു വീഡിയോ കണ്ടതാണ്. ഒരു യൂസുഫ് അലി ഇഷ്ടപ്പെടുന്ന ഒരു ആള് ചെന്നിട്ട് ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് കൂടെ നിന്നിട്ട് തോളിൽ ഒരു ചെറുക്കൻ തോളിൽ കൈയിട്ടുന്ന ഫോട്ടോ എടുക്കുന്ന ഒരു വീഡിയോസും അതുപോലെ ആ വാർത്തകളൊക്കെ വൈറലായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വിക്രത്തിന്റെയും ഒരു വീഡിയോ വൈറലായതായിരുന്നു. ഒരു ചെറുക്കൻ വിക്രത്തിനെ കാണാനായിട്ട് പോകുന്നതും തല്ലിക്കേറി ഇടിച്ച് കയറി പോകുന്നതും, അതുപോലെ അവിടെ നിന്ന് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ അവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് വിക്രം അവനെ തിരിച്ചു വിളിച്ചിട്ട് അവനെ കെട്ടിപ്പിടിച്ചെന്ന് തോളത്ത് കൈയൊക്കെ ഇട്ട് അവന്റെ കൈയും വിക്രത്തിന്റെ തോളിലേക്ക് ഇട്ടുന്ന ഫോട്ടോ എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അവർ രണ്ടിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അത്രയും വലിയൊരു പ്രോഗ്രാമില് വിക്രത്തിനെ കാണാൻ വന്നൊരു പയ്യനെ ഈ പറഞ്ഞ വിജയ് ബാബു, സെക്യൂരിറ്റി സ്റ്റാഫുകൾ, അങ്ങനെ മിക്കുള്ള ആൾക്കാരും തടഞ്ഞ് പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം വിക്രം ചെന്നിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ച് കെട്ടിപ്പിടിച്ച് തോളത്തെ കൈയിട്ട് നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് അത് കാണുമ്പോഴത്തേക്ക്. അപ്പം ഇവിടെ ഈ പറയുന്ന പോലെ രണ്ടുപേരുടെ ഭാഗവും എനിക്ക് ഞാൻ ആയിരിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പെർമിഷൻ ഇല്ലാതെ ചെന്ന് ഫോട്ടോ എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ തോളത്ത് കൈയിടുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ തെറ്റാണ്. ഒരാൾ അനുവാദമില്ലാതെ അങ്ങനെ ചെയ്യരുത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്ലിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിതൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഇതെല്ലാം ഇതിനപ്പുറം എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ. ഒരാൾ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാന്നേ ഉള്ളൂ. അതിന് തട്ടിമാറ്റി കളഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലാന്നാണ് എനിക്ക്. അപ്പൊ രണ്ടു കൂട്ടരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക.